നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം 17-ന്. ഹൈക്കോടതിയുടെ അനുമതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. വിഭാഗീയതയും അവഗണനയുമാണ് രാജിക്ക് കാരണമെന്ന് സൂചന. ഇദ്ദേഹം CPM-ൽ ചേർന്നേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കം. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തിരക്കിട്ട ചർച്ച. കരുനാഗപ്പള്ളിയിലും ശാസ്താംകോട്ടയിലും BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുനലൂരിലും BJP സ്ഥാനാർത്ഥികളായി. 30 വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം 17-ന് നടക്കും. ഇതിന് ഹൈക്കോടതി അനുമതി നൽകി. 17-ന് ഉച്ചപൂജയ്ക്ക് ശേഷം സാമ്പിൾ ശേഖരിക്കാം. തന്ത്രിയുടെ നിലപാട് അറിഞ്ഞ ശേഷമാണ് തീരുമാനം. നേരത്തെ സാമ്പിൾ ശേഖരിക്കാൻ SIT തന്ത്രിയുടെ അനുമതി തേടിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. 2019-2025 ദ്വാരപാലക പാളി, സ്തംഭപാളി എന്നിവ പരിശോധിക്കും. വിജയ് മല്യ 1998 സ്വർണം പൊതിഞ്ഞ സ്തംഭപാളികളുടെ ഭാഗവും പരിശോധിക്കും. ഇതിലൂടെ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ നൽകാത്ത പാളികളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടി. ഈ മാസം 27 വരെയാണ് നീട്ടിയത്. മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് നീട്ടിയത്. പത്തനംതിട്ട റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സൈനികനായ യുവാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ. തഴുത്തല സ്വദേശി ഷംനാദാണ് കൊട്ടയം പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. മുൻ വിരോധത്തെ തുടർന്ന് സൈനികനെ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. തഴുത്തല PK ജംഗ്ഷനിൽ നബീസ മനസ്സിൽ ഷംനാദാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. ഈ കേസിൽ ഉൾപ്പെട്ട ബീഡിക്കിച്ചു എന്നറിയപ്പെടുന്ന വിനീതിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തഴുത്തല പേരയും പ്രീത ഭവനിൽ രാഹുലിനെയാണ് ഇവർ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. മുൻ വിരോധത്തെ തുടർന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതി 8 മണിയോടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തു വരികയായിരുന്ന രാഹുലിനെ ഷംനാദും വിനീതും ചേർന്ന് തടഞ്ഞു നിർത്തിയ ശേഷം ചുറ്റികയും പാറക്കല്ലും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ രാഹുലിന്റെ പല്ലൊടിഞ്ഞു. സഹോദരന്റെ ചെവിക്കും പരിക്കേറ്റു. കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിന്മേലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത്. കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ പ്രദീപിന്റെ നേതൃത്വത്തിൽ SI-മാരായ നിതിൻ, നളൻ, വിഷ്ണു, മിഥുൻ, CPO-മാരായ സാം മാർട്ടിൻ, ഹരീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പത്മകുമാറിന്റെ സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടി. നേരത്തെ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പത്മകുമാറിന്റെ സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടി. മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N. വാസുവിനെ ചൊവ്വാഴ്ച അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. വാസു ഇപ്പോൾ റിമാൻഡിലാണ്. പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് വാസു ദേവസ്വം ബോർഡിൽ പ്രധാന പദവി വഹിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ വാസുവിന് പങ്കുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിൽ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ നിന്നു ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്. കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. ഇടമൺ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത്.
ഇടമൺ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള KAP കനാലിൽ നിന്നാണ് 15 അടി നീളവും 17 കിലോ ഭാരവുമുള്ള കൂറ്റൻ ആൺ രാജവെമ്പാലയെ പിടികൂടിയത്. റെസ്ക്യൂ ആൻഡ് റിക്കവറി ടീമാണ് സാഹസികമായി രാജവെമ്പാലയെ പിടികൂടിയത്. കനാലിന്റെ പരിസരത്ത് ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതിനാൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കനാലിന്റെ വശങ്ങളിൽ കാട് മൂടിക്കിടക്കുന്നതാണ് പാമ്പുകൾ പെരുകാനുള്ള സാധ്യതയെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ഇവർക്ക് ഏറെ ഭീതിജനകമാണ്. RRT ഫോറസ്റ്റർ R ശ്രീജിത്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ V രാധാകൃഷ്ണൻ, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റുമാരായ കലേഷ്, ദേവദത്തൻ, വിപിൻ എന്നിവരടങ്ങിയ സംഘമാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. മുന്നണികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. നാടെങ്ങും തന്നെ തിരഞ്ഞെടുപ്പ് ആരവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇനി നാട്ടുപൂരം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കും. രാവിലെ 11-നും ഉച്ചകഴിഞ്ഞ് 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. രാവിലെ 11-നും ഉച്ചയ്ക്ക് 3-നും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 വരെയാണ്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ 4000 രൂപയും ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ മത്സരിക്കുന്നവർ 5000 രൂപയും കെട്ടിവെക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും. നോമിനേഷൻ നൽകുന്ന ദിവസം സ്ഥാനാർത്ഥിക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വരണാധികാരിയുടെയോ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഓഫീസറുടെയോ മുമ്പാകെ നിശ്ചിത ഫോറം അനുസരിച്ച് സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ നടത്തി ഒപ്പിട്ട് നൽകുകയും വേണം. സ്ഥാനാർത്ഥിക്കൊപ്പം 3 അകമ്പടി വാഹനങ്ങൾ മാത്രമേ വരണാധികാരിയുടെ കാര്യാലയത്തിന് 100 മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ. വരണാധികാരിയുടെ മുറിയിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളത്. സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. BJP കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 1-ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ 1-ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത്. BJP കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. BJP വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, BJP ഈ അസംബ്ലി മണ്ഡലത്തിൽ, അതായത് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഓച്ചിറയിലെ ആകെ വാർഡുകളായ 67 വാർഡുകളും ഇപ്പുറത്ത് കരുനാഗപ്പള്ളി സംഘടനാ മണ്ഡലത്തിലെ 93 വാർഡുകളും BJPയെ സംബന്ധിച്ച് ഇപ്പോൾ A കാറ്റഗറി വാർഡുകളാണ്. ഇനി അതിന് താഴെ ഒരു കാറ്റഗറി ഇല്ല. ഈ എല്ലാ വാർഡുകളിലും BJP മത്സരിക്കുന്നത് ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഭരിച്ചേ മതിയാകും. അത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കാനല്ല, ഈ നാടിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ തകർന്ന് താറുമാറായി നിൽക്കുന്നു. നാം ഈ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഗ്രാമങ്ങളിലേക്ക്, ഈ മുനിസിപ്പാലിറ്റിയിലെ ഈ 37 വാർഡുകളിലെ പ്രധാനപ്പെട്ട ഇവിടുത്തെ CPM-ന്റെയും കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ഭരിക്കുന്ന വാർഡുകളിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. തകർന്നു കിടക്കുന്ന റോഡുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. കുലശേഖരം പഞ്ചായത്തിലേക്ക് പോയാൽ അവിടുത്തെ പഞ്ചായത്തിന്റെ മുൻവശത്ത് കൂടി പോകുന്ന റോഡ് ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഓച്ചിറ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് നിൽക്കുന്നു. തടവയിലേക്ക് വന്നു കഴിഞ്ഞാൽ പരമ്പരാഗത വ്യവസായം മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ആകെ തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. തൊടിയൂർ പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമാനമായ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പഞ്ചായത്തിന്റെ സമീപത്തുള്ള റോഡുകൾ പോലും നന്നാക്കാൻ അവർക്ക് സാധിച്ചില്ല. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള 90 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ബാക്കി സ്ഥാനാർത്ഥികളെ സമീപ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. യോഗത്തിൽ കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് ആർ മുരളി അധ്യക്ഷത വഹിച്ചു. മാലിമേൽ സുരേഷ്, KR രാജേഷ്, ശാലിനി രാജീവ, H സുനിൽ, രാജൻ പി തൊടിയൂർ,
വിജു കിളിയന്തറ, മധു കുന്നത്ത്, ശംഭു സതീഷ് തേവനത്ത്, പ്രിയമാലിനി, രഞ്ജിത്ത്, സുന്ദരേശൻ നാരായണീയം, അച്ചു കിഷോർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പുനലൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പ്രഖ്യാപിച്ചു. പുനലൂർ നഗരസഭയിലെ 12 വാർഡുകളിലും കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡുകളിലും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തെന്മലയിൽ 9 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം വാർഡിൽ മണിക്കുട്ടൻ നാരായണനും, ഭരണിക്കാവ് വാർഡിൽ ചിമ്മി ശശിയും, ഹൈസ്കൂൾ വാർഡിൽ P പുഷ്പകുമാരിയും, കലയനാട് വത്സല ദിനേശും, കാരക്കാട് S രാജീവും, താമരപ്പള്ളിയിൽ TR രഘുവും, മൈലക്കലിൽ S ദീപ്തിയും, ഐക്കരക്കോണത്ത് SV ദീപ് കുമാറും, കേളങ്കാവിൽ പ്രിൻ പ്രസാദും, അഷ്ടമംഗലത്ത് PS സൗമ്യയും, പവർ ഹൗസ് വാർഡിൽ റാണി ജാൻസിയും, പത്തേക്കറിൽ ആര്യ അനീഷുമാണ് സ്ഥാനാർത്ഥികൾ. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വാഴവിള വാർഡിൽ ജോസ് ജോസഫും, നരിക്കലിൽ E ലില്ലിക്കുട്ടിയും, മാത്രയിൽ മഞ്ജുരാജും, നിരപ്പത്ത് K സജീവും, കുരിയിലും മുകളിൽ R ബിനുവും, അടുക്കളമൂലയിൽ രജീഷ് രാജനും, കരവാളൂർ ടൗണിൽ M മഞ്ജുഷയും BJP സ്ഥാനാർത്ഥികളാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ആര്യങ്കാവ് ക്ഷേത്രം വാർഡിൽ ഇന്ദു ഗോപകുമാറും, ഇടപ്പാളയം വാർഡിൽ A സന്തോഷും, ഫ്ലോറൻസിൽ R പ്രീതയും, കരുതുരുട്ടിയിൽ T സുജാതയും, പൂത്തോട്ടം വാർഡിൽ മാമ്പഴത്തറ സലീമും BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കും. തെന്മല ഗ്രാമപഞ്ചായത്തിലെ പത്തേക്കറിൽ G നാഗരാജൻ, ആനപ്പെട്ടക്കൊങ്കലിൽ സുഭാഷ് വിജയൻ, ഉദയഗിരിയിൽ അജി K രാജ്, ഒറ്റക്കല്ലിൽ വൈഷ്ണ ബാഹുലയൻ, ഇടമണ്ണിൽ S ചിനുരാജ്, വെള്ളിമലയിൽ M മഞ്ജു, തേക്കിൻകൂപ്പിൽ R രാജേഷ്, ചെറുതന്നൂരിൽ സഞ്ജു സാം, അണ്ടൂർ പച്ചയിൽ GV അനീഷ് എന്നിവരാണ് BJP സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വെള്ളിയാഴ്ച വരാനിരിക്കെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിരക്കിലാണ്. ശാസ്താംകോട്ടയിൽ BJP 1ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റികളുടെ പരിധിയിൽ വരുന്ന സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. BJP ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. വിജയഭേരി എന്ന പേരിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. BJP മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നിർവഹിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിത്തരം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പലപ്പോഴും പല ഭാഗത്തും നമ്മുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി ഉള്ള മത്സരങ്ങളായിരുന്നു കഴിച്ചത്. പലയിടത്തും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ആ കാലഘട്ടത്തിൽ സാധിക്കുമായിരുന്നില്ല. അന്നത്രയല്ല ജയം ഓരോ ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ജയപ്രതീക്ഷയുള്ള ബാക്കിയെല്ലാവരും സ്ഥാനാർത്ഥി പേര് നിർത്തുന്ന സ്ഥലത്തില്ല. ആ കാലമൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി ആ സങ്കല്പത്തിലേക്കല്ല ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുന്നത്. കേരളത്തിൽ നടക്കുന്ന ഈ ത്രിതല പഞ്ചായത്തിൽ പരമാവധി ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിലും BJP ജയിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു വരും. മണ്ഡലം പ്രസിഡന്റ് ധനേഷ് പുളിന്താനം അധ്യക്ഷത വഹിച്ചു. അതേപോലെ തന്നെ UDF മുന്നേ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ശാസ്താംകോട്ട മണ്ഡലം ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം എല്ലാ പഞ്ചായത്ത് ഏരിയകളിലും നമുക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം പാർട്ടിയുടെ സംവിധാനം എത്രത്തോളം വളർന്നു വലുതായിക്കൊണ്ടിരുന്നു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ G ശശികുമാർ, അഡ്വക്കേറ്റ് കലേശൻ, അജിത്ത് ചാലുകോളം, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ മിനി ശിവരാമൻ, KS ദാസൻ, സുനിത, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി പൂന്തോട്ടം സത്യൻ, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആറ്റുപുറം സുരേഷ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ, ശാസ്താംകോട്ട ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ബിനോയ് ജോർജ്, മോഹനൻ പിള്ള, മോഹനൻ മൺട്രോ തുരുത്ത, സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ്. പുനലൂരിൽ 30 വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുനലൂർ നഗരസഭയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പുനലൂർ നഗരസഭയിലെ 30 വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 1 ആരംപുന്ന, ഓമനക്കുട്ടക്കുന്നില്ല, 2 ചാലക്കോട് അബ്ദുൾ റഹീം, 3 കാഞ്ഞിരമല വിളൈ സഫീർ, 4 പേപ്പർമിൽ EK ഷെർലി, 5 നെടുങ്കൽ സാബു അലക്സ്, 6 ശാസ്താംകോട്ടം
സെബാസ്റ്റ്യൻ, 7 നെല്ലിപ്പള്ളി സുനിൽ തോമസ്. ആകെയുള്ള 36 വാർഡിൽ 32 കോൺഗ്രസ് മത്സരിക്കുന്നത്. കാരക്കാട്, ഗ്രേസിംഗ് ബ്ലോക്ക് എന്നീ വാർഡുകളിൽ RSPയും, ഹൈസ്കൂൾ വാർഡിൽ മുസ്ലിം ലീഗും, കക്കോട് വാർഡിൽ കേരള കോൺഗ്രസുമാണ് UDF പാനലിൽ മത്സരിക്കുന്നത്. RSP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പിന് അടക്കമുള്ള 4 സീറ്റുകൾ UDFന് വിട്ടു നൽകുകയും അവർ ആ 4 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ ധാരണയായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനെ അറിയിച്ചിരിക്കുന്നത്. വാളക്കോട്, കോളേജ് എന്നീ വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ദിവസം തന്നെ ഈ 2 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. 2 സീറ്റുകൾ വാളക്കോട് അതുപോലെ കോളേജ് വാർഡ്, ഈ 2 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടും. അത് നമ്മൾക്കിടയിൽ ചർച്ചകൾക്ക് വേണ്ടി ആ വാർഡുകൾ വെച്ചിരിക്കും. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് വ്യാഴാഴ്ച 12:30 കോൺഗ്രസ് ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളെ നേതൃത്വം പ്രഖ്യാപിച്ചത്. ആരംപുന്ന വാർഡിൽ ഓമനക്കുട്ടൻ ഉണ്ണിത്താനും, ചാലക്കോട് അബ്ദുൾ റഹീമും, കാഞ്ഞിരമലയിൽ വിളയിൽ സഫീറും, പേപ്പർമിൽ വാർഡിൽ EK ഷേർലിയും, നെടുങ്കയം വാർഡിൽ സാബു അലക്സും, ശാസ്താംകോണം വാർഡിൽ നെൽസൺ സെബാസ്റ്റ്യനും മത്സരിക്കും. നെല്ലിപ്പള്ളി വാർഡിൽ സുനിൽ തോമസാണ് സ്ഥാനാർത്ഥി. മുസാവരി വാർഡിൽ C രാജപ്പൻ, നേതാജിയിൽ അനിത വിനോദ്, ഭരണിക്കാവ് വാർഡിൽ മോളി റജി, വിളക്കുവട്ടം മഞ്ജു ശ്രീജി, കല്ലാർ ഷെമി S അസീസ്, തുമ്പോട് മുബീന ബിവി, കലയനാട് TS ഷൈൻ, താമരപ്പള്ളി യമുന സുന്ദരേശൻ, പ്ലാച്ചേരി N സുന്ദരേശൻ, മൈലക്കൽ രഞ്ജിനി സൂര്യകുമാർ, ഐക്കരക്കോണം സൈജു വർഗീസ്, കേളങ്കാവ് S പൊടിയൻപിള്ള, അഷ്ടമംഗലം K കനകമ്മ, പരവട്ടം ടിൻഡുവാർ തങ്കം, മണിയാർ S പാർവതി, തൊളിക്കോട് സുവർണകുമാർ, പവർ ഹൗസ് G ജയപ്രകാശ്, കോമളംകുന്ന് അലൻ JP കൂടാരത്തിൽ, കുതിരച്ചിറ രമാരാജു, കലങ്ങമുകൾ പ്രീതി പ്രസേനൻ, ടൗൺ വാർഡിൽ N അജീഷ്, ചെമ്മന്തൂർ വാർഡിൽ ഷിനു വർഗീസ്, പത്തേക്കർ വാർഡിൽ ഗംഗാഗോപൻ എന്നിവരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. നിലവിലെ നഗരസഭാ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും വരുന്ന തെരഞ്ഞെടുപ്പെന്നും അട്ടിമറി വിജയത്തിലൂടെ നഗരസഭാ ഭരണം UDF പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ മുനിസിപ്പൽ ഭരണം കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരുന്ന ഭരണം ജനോപകാരപ്രദമല്ല. അവരുടെ പാർട്ടി പോലും ഈ മുനിസിപ്പൽ ഭരണത്തിൽ ഇടപെടുകയോ അവർ നേരെ നയിക്കുകയോ ചെയ്തു. മുൻകാലങ്ങളിലൊക്കെ CPMന്റെ ജില്ലാ നേതൃത്വവും നിയോജകമണ്ഡല നേതൃത്വവും ഇടപെട്ടവരെ കറക്റ്റ് ചെയ്യുന്നത്. ഇത്തവണ നാഥനില്ല കളറിയാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ഒരുപാട് ആരോപണങ്ങൾ വന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മിനിറ്റ്സ് തിരുത്തുക, അതായത് മീറ്റിംഗ് കഴിഞ്ഞാൽ മിനിറ്റ്സ് എഴുതുന്നില്ല. 24 hours മിനിറ്റ്സ് എഴുതണമെന്നാണ്. ഇത് ഇന്ന് മീറ്റിംഗ് നടക്കുകയാണ്, അടുത്ത കൗൺസിൽ 1 മാസം കാലം 2 ആഴ്ച കാലത്തോളം നിന്നു. ഇതിനിടയിൽ ഇവർ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഇത് എഴുതി ചേർത്ത് ഈ മനസ്സിനാണ് ഇത് കൗൺസിൽ പാസ്സാക്കിയില്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭാരതീപുരം ശശി, കോൺഗ്രസ് നേതാക്കളായ MM നസീർ, സൈമൺ അലക്സ്, ഏരൂർ സുഭാഷ്, നെൽസൺ സെബാസ്റ്റ്യൻ, C വിജയകുമാർ, K ശശിധരൻ, സഞ്ജു ബുക്കാരി, സഞ്ജയ് ഖാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രതീഷ് കിള്ളിത്തട്ടിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. 2020 മുതൽ 2023 വരെ എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു രതീഷ് കിള്ളിത്തട്ടിൽ. വിഭാഗീയതയും അവഗണനയുമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന. ഇദ്ദേഹം CPMൽ ചേരുമെന്നും സൂചനയുണ്ട്. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന രതീഷ് കിളിത്തട്ടിൽ കോൺഗ്രസ് പാർട്ടി അംഗത്വം രാജിവെച്ചു. 2020 മുതൽ 2023 വരെ എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പാർട്ടി അംഗത്വം ഉൾപ്പെടെ എല്ലാ ഭാരവാഹിത്വവും രാജിവെക്കുന്നുവെന്ന് കാണിച്ച് ജില്ലാ പ്രസിഡന്റിന് കത്ത് നൽകി. പാർട്ടിയിൽ നേരിടുന്ന വിഭാഗീയതയും അവഗണനയും മൂലമാണ് താൻ രാജിവെക്കുന്നതെന്നാണ് കത്തിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ലെന്നും പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടായില്ലെന്നും കത്തിൽ പറയുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനാലാണ് രാജിവെച്ചതെന്നും പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച രതീഷ് കിളിത്തട്ടിൽ CPMൽ ചേരുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കുടുംബം. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ശിവശങ്കരപിള്ളയും കുടുംബവുമാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. സാധാരണക്കാരന് നീതി നിഷേധിക്കുന്നെന്നാരോപിച്ചാണ് ബഹിഷ്കരണം. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നെന്ന് കാട്ടി ഇദ്ദേഹം വീടിന് മുൻപിൽ ബോർഡ് സ്ഥാപിച്ചു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതായി വീട്ടിന് മുന്നിൽ ഫ്ലെക്സ് സ്ഥാപിച്ച് ഗൃഹനാഥൻ. അഞ്ചൽ പനയഞ്ചേരി ചാമവിള വീട്ടിൽ ശിവശങ്കരപിള്ളയാണ് പഞ്ചായത്ത് അധികൃതരോടും ജനപ്രതിനിധികളോടുമുള്ള വിദ്വേഷം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ലൈഫ് മിഷന് അപേക്ഷ കൊടുത്തിട്ടും അർഹതയുണ്ടായിട്ട് എന്നെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുക്കുകയും പിന്നെ അവർ വിശദീകരണം ആവശ്യപ്പെട്ടതനുസരിച്ച് VO അന്വേഷിച്ച് ഞാൻ അന്ന്
10 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞ് അന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും ഗ്രാമസഭ എന്നെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടും ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ല. അങ്ങനെ അവൻ്റെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ 2 ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. ഇപ്പോഴും പരിഗണനയിൽ കിടക്കുക. അതേ പ്രതിഷേധിച്ചാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നത്. സാധാരണക്കാരന് നീതി നിഷേധിക്കുകയും ഗ്രാമസഭാ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വില കൽപ്പിക്കുകയും ചെയ്യാത്ത അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും മാറി മാറി വരുന്ന ഭരണനേതൃത്വത്തിനും എതിരെ പ്രതികരിക്കുന്നു എന്നാണ് ഫ്ലെക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് വാസുദേവൻ പിള്ള പറയുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞപ്പോൾ അവകാശവാദങ്ങൾ ഏറെയുണ്ട്. വിമർശനങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്തുള്ള ഗ്രാമപഞ്ചായത്തായ കൃഷ്ണപുരത്ത് സമാനതകളില്ലാത്ത വികസനമാണ് നടന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവകാശപ്പെടുന്നു. എന്നാൽ ഒരു വികസനവും നടത്താതെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തുടർച്ചയായി മാറ്റുക മാത്രമാണ് ഭരണപക്ഷമായ കോൺഗ്രസ് ചെയ്തതെന്നാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളതെന്നാണ് BJP പറയുന്നത്. കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് കൃഷ്ണപുരം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ ഒരുപാട് പറയാനുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടൂരത്തിന്. സമാനതകളില്ലാത്ത വികസനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരുടെയും സഹപ്രവർത്തകരുടെയും കൂട്ടുത്തരവാദിത്വത്തോടെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്നും അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായെന്നുമാണ് ശ്രീഹരി കോട്ടൂരത്ത് പറയുന്നത്. ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു, പുതിയൊരു സബ് സെന്റർ കെട്ടിടം നിർമ്മിച്ചു, ആരോഗ്യ സബ് സെന്റർ തുടങ്ങി. അതേപോലെ തന്നെ ഹരിതകർമ്മസേനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യത്തിനുള്ള അവാർഡ് മന്ത്രി MB രാജേഷിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനിടയുണ്ടായി. കാർഷിക മേഖലയിലായാലും പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിൽ 10 ലക്ഷം രൂപയോളം നമ്മളിപ്പം കാലിത്തീറ്റയുടെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ജനറൽ കാറ്റഗറിക്കും 2.5 ലക്ഷം രൂപ പട്ടികജാതി വിഭാഗങ്ങൾക്കുമായിട്ട്. സമസ്ത മേഖലയിൽ അതേപോലെ തന്നെ ഞങ്ങൾ 30 ലക്ഷം രൂപ മുടക്കി 3 ബോർവെൽ പുതിയതായിട്ട് സ്ഥാപിച്ചു. പഴയത് കംപ്ലൈന്റ് ആയപ്പോൾ അത് മാറ്റിയതാണ്. ഒരു പാർട്ടിക്കാരെയും കൊണ്ട് ഒരു സമരം പോലും ഇവിടെ ചെയ്യാനൊരു അവസരം ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്തിട്ടില്ല. കാരണം അവർ കണ്ണു തുറന്ന രീതിയിലുള്ള വികസനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ BJPയെ CPM-നെ കവർ ചെയ്തുകൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വരുമെന്ന്. ഇതേസമയം 5 വർഷത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണം ആകെ നൽകിയത് 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നൽകുക എന്നതും മാത്രമായിരുന്നെന്നാണ് LDF-ന്റെ കുറ്റപ്പെടുത്തൽ. യുവാക്കൾക്കും കർഷകർക്കും ഉൾപ്പെടെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും അതിന് സംസ്ഥാന സർക്കാർ ഏറെ പിന്തുണ നൽകിയിട്ടും അതൊന്നും സ്വീകരിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ല എന്ന കുറ്റപ്പെടുത്തലാണ് LDF-നുള്ളത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ മാറി 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് എത്തിയത്. ആ പ്രസിഡന്റുമാരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമല്ലാതെ അവിടെ വികസനം നടത്താൻ കഴിഞ്ഞില്ല. നമുക്ക് അനുവദിക്കപ്പെട്ട പണത്തിലെ 2 കോടി രൂപയാണ് ഇവരുടെ മാറ്റത്തിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രസിഡന്റായി ആദ്യം വന്നയാൾ കോൺട്രാക്ടറായി എന്നുള്ളതുകൊണ്ട് തന്നെ 18 റോഡുകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുത്തി. തുടർന്ന് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ശ്രീ നാസർ 39 റോഡുകളുടെ പണിയാണ് ചെയ്യാതെ നഷ്ടപ്പെടുത്തിയത്. അങ്ങനെ പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 കോടി രൂപയുടെ വികസന പ്രവർത്തനം നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് UDF എടുത്തിട്ടുള്ളത്. കാർഷിക മേഖല തകർത്ത് കളഞ്ഞു, തരിശു ഭൂമിയാക്കി മാറ്റുന്ന സമീപനമാണ് സ്വീകരിച്ചത്. വയോജനങ്ങൾക്ക് പ്രത്യേകമായി യാതൊരു പരിപാടിയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു യുവാക്കൾക്ക് ആവശ്യമായിട്ടുള്ള കായിക മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു പരിരക്ഷ കൊടുക്കുന്ന പ്രവൃത്തിയും ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നടന്നത് LDF-ഉം UDF-ഉം തമ്മിലുള്ള കള്ളക്കളികൾ മാത്രമാണെന്നും എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമാണെന്നും BJP ചൂണ്ടിക്കാട്ടുന്നു. ഈ കഴിഞ്ഞ 5 വർഷത്തെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഭരണം വിലയിരുത്തുമ്പോൾ ഇത് ദയനീയമായ പരാജയമാണെന്ന് നിഷ്പക്ഷരായിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും. യാതൊരു വികസനവും നടത്താത്ത പഞ്ചായത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ എന്തെങ്കിലും വികസനം നടക്കുന്നെങ്കിൽ അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡ് കോൺക്രീറ്റിങ്ങും അതുപോലെ തന്നെ
കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ ഓട നിർമ്മാണവും മറ്റു പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്, കുളം നവീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത്. LDFന് 6ഉം UDFന് 7ഉം BJPക്ക് 4ഉം സീറ്റുകളാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ 3 മുന്നണികളും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഭരണം നിലനിർത്താൻ UDFന് ആകുമോ എന്ന ചോദ്യം ബാക്കി. ഭരണം തിരിച്ചുപിടിക്കാൻ LDFന് കഴിയുമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു. എന്നാൽ ഇതിനപ്പുറം NDA അട്ടിമറിയിലൂടെ കൃഷ്ണപുരത്തെത്തുമോ എന്നും പ്രവർത്തകർ ആവേശത്തോടെ നോക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആവേശത്തിലേക്കും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 3 മുന്നണികളുടെയും പ്രവർത്തകർ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണ കവർച്ച. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം 17-ന്. ഹൈക്കോടതിയുടെ അനുമതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21. എഴുകോൺ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രതീഷ് കിളിത്തട്ടിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. വിഭാഗീയതയും അവഗണനയുമാണ് രാജിക്ക് കാരണമെന്ന് സൂചന. ഇദ്ദേഹം CPM-ൽ ചേർന്നേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കം. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തിരക്കിട്ട ചർച്ച. കരുനാഗപ്പള്ളിയിലും ശാസ്താംകോട്ടയിലും BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുനലൂരിലും BJP സ്ഥാനാർത്ഥികളായി. 30 വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.